നമസ്കാരം, ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. 600 വേക്കൻസിയിലേക്ക് ഓൾ ഇന്ത്യ ലെവലിൽ SBIയുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ആ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷനായി നൽകിയിരിക്കുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, അതായത് BTechോ BSCയോ മറ്റേത് ഗ്രാജുവേഷൻ പാസ്സായ ഒരു ഉദ്യോഗാർത്ഥിക്കും തീർച്ചയായും ആപ്ലിക്കേഷൻ അയക്കാം എന്നതാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. 600 വേക്കൻസി ഓൾ ഇന്ത്യ ലെവലിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ എങ്ങനെ, എത്ര പരീക്ഷകളുണ്ട് എന്നീ വസ്തുതകളിലേക്ക് നമുക്ക് വരാം. നോക്കൂ, ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. അതോടൊപ്പം തന്നെ 30 വയസ്സ് തികയുന്നത്, അതിനൊരു ഡേറ്റ് ഇന്ന ദിവസം വെച്ച് നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ OBC കാറ്റഗറിയിൽ വരുന്നൊരു ഉദ്യോഗാർത്ഥിക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC ST പോലുള്ള തസ്തികകളിൽ വരുന്ന ആൾക്കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും നൽകുന്നുണ്ട്. ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി ജനുവരി 16 തീയതിയാണ്. അതായത് 16/1/2025 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതിലെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വന്നാൽ 3 ഘട്ടമായിട്ടാണ്, 3 ഫേസ് ആയാണ് പരീക്ഷ നടത്തുക. ഒന്ന് പ്രിലിമിനറി എക്സാമിനേഷൻ, അതിന്റെ ഡേറ്റ് നൽകിയിട്ടുണ്ട്. മാർച്ച് മാസം 8, 15 തീയതികളിലായാണ് പ്രിലിമിനറി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. ഇതിനെ ഫേസ് 1 എന്നാണ് പറയുക. ഫേസ് 2ലേക്ക് വരുമ്പോൾ മെയിൻ എക്സാമിനേഷൻ ഉണ്ടാകും. അതിന്റെ ഡേറ്റ് ഔദ്യോഗികമായി അനൗൺസ് ചെയ്തിട്ടില്ല എങ്കിലും ഏപ്രിൽ മെയ് 2025 മെയിൻ എക്സാമിനേഷൻ നടത്തും. അത് ക്വാളിഫൈ ചെയ്ത ശേഷം ഫേസ് 3ലേക്ക് വരുമ്പോൾ അവിടെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റും ഒരു ഗ്രൂപ്പ് എക്സസൈസും അതിനുശേഷം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ, 3 കാര്യങ്ങളാണ് പറയുക. അതായത് ഫേസ് 1 നടക്കുന്നത് മാർച്ച് മാസം 8, 15 തീയതികളിലാണ്. അതിനെ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയും. ഒരു മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് ഏപ്രിൽ മെയ് 2025 ഫേസ് 3ലേക്ക് വരുമ്പോൾ സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാകും, ഗ്രൂപ്പ് എക്സസൈസ് ഉണ്ടാവും, ദെൻ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്കിതിലെ പ്രിലിമിനറി എക്സാമിനേഷൻ സിലബസിലേക്ക് വന്നാൽ ഒരു 100 മാർക്കിന്റെ എക്സാം ആണ് കണ്ടക്ട് ചെയ്യുക. ഈ 100 മാർക്കിന് 40 ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നും, 30 ചോദ്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് QAയിൽ നിന്നും, 30 ചോദ്യങ്ങൾ റീസണിങ് എബിലിറ്റിയിൽ നിന്നുമാണ് നൽകുന്നത്. ഓരോന്നിനും സെപ്പറേറ്റ് ടൈം ഉണ്ട്. ആദ്യത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 40 ചോദ്യങ്ങൾക്ക് 20 മിനിറ്റും, QAക്ക് 30 ചോദ്യങ്ങൾക്ക് 20 മിനിറ്റും, റീസണിങ് എബിലിറ്റി 30 ചോദ്യങ്ങൾക്ക് 20 മിനിറ്റുമാണ് നൽകുന്നത്. അതായത് 100 മാർക്കിന്റെ പരീക്ഷ 1 മണിക്കൂർ സമയമാണ് പ്രിലിമിനറി എക്സാമിനേഷനായി നൽകുന്നത്. പ്രിലിമിനറി എക്സാമിനേഷന്റെ ഡേറ്റ് ഓർമ്മയുണ്ടാകും. അത് മാർച്ച് മാസം 8 അല്ലെങ്കിൽ 15 തീയതികളിലായിരിക്കും എക്സാം നടത്തുക. അതിനുശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന മെയിൻ പരീക്ഷയിലേക്ക് വന്നാൽ അതിന്റെ സിലബസ് ഇങ്ങനെയാണ്. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം മാർക്ക് 60 മാർക്കാണ്. അതായത് ഒരു ചോദ്യത്തിന് 1.5 മാർക്ക് വെച്ചിട്ടാണ്. അതിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 50 മിനിറ്റ് ആണ്. അടുത്തത് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നതിൽ 30 ചോദ്യങ്ങൾ ഉണ്ടാകും, 60 മാർക്കാണ്. അതായത് ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് ലഭിക്കുക. ശേഷം ജനറൽ അവയർനെസ്, എക്കോണമി, ബാങ്കിങ് നോളേജുമായി റിലേറ്റ് ചെയ്ത 60 ചോദ്യങ്ങൾ, 60 മാർക്കും 45 മിനിറ്റ് സമയവുമാണ് അവിടെ ലഭിക്കുക. അതായത് ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് എന്ന നിലയിൽ. അതിനുശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 40 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിന് 20 മാർക്കാണ് നൽകുന്നത്, 40 മിനിറ്റ് ആണ് സമയം. ഇങ്ങനെ 170 ചോദ്യങ്ങൾ, 200 മാർക്കിന് 3 മണിക്കൂർ സമയം ഒക്കെയാണ്. ഇതിനു ശേഷം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണുള്ളത്. അതിനകത്ത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, ഇമെയിൽ, റിപ്പോർട്ട്സ്, ദെൻ പ്രിസി റൈറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി 50 മാർക്കിനാണ് 30 മിനിറ്റ്. അതായത് ടോട്ടൽ മെയിൻ എക്സാമിനേഷൻ 250 മാർക്കിനാണ്. അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് 170 ചോദ്യങ്ങൾ ഉണ്ടാകും. ഈ 170 ചോദ്യങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. 200 മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത്. അതിനുശേഷം 50 മാർക്കിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ കൂടെ ചേർത്ത് ടോട്ടൽ 250 മാർക്കിന്റെ മെയിൻ എക്സാമിനേഷൻ ആണ് SBIയുടെ മെയിൻ പരീക്ഷ ഏപ്രിൽ അല്ലെങ്കിൽ ഏപ്രിലോ മെയ് മാസങ്ങളിലോ നടത്തുന്നത്. അടുത്തത് പാർട്ട് 3 വരുമ്പോൾ അവിടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് 30 ആണ്. ഗ്രൂപ്പ് എക്സസൈസിന് 20 മാർക്ക്. മെയിൻ എക്സാമിനേഷന് ശേഷം 3ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ, 3ാമത്തെ ഫേസിലേക്ക് വരുമ്പോൾ അവിടെ ഗ്രൂപ്പ് എക്സസൈസ് 20 മാർക്കിനും ഇന്റർവ്യൂ 30 മാർക്കിനും കൂടെ ചേർത്ത് 50 മാർക്കിന്. ഇവയുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ കാര്യങ്ങൾ SBIയുടെ ബ്രൗഷേഴ്സിൽ അല്ലെങ്കിൽ അവരുടെ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി വേണം ഓരോ ഉദ്യോഗാർത്ഥിയും ആപ്ലിക്കേഷൻ അയക്കാൻ. ഓക്കെ, താങ്ക് യു.